എന്താടാ ദാസ? ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. സാർ ഒരു കാര്യം ഓർമ്മിക്കണം, ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് പാസ്സായ ഒരാളാണ്. 10 തവണ SSLC എഴുതി കടന്നുകൂടിയ സാറ് ഇവിടെ ക്ലാർക്കും ഞാൻ പ്യൂണുമായി പോയത് വിധിയുടെ വിളയാട്ടം കൊണ്ടാണ്. അല്ലേലും ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും മഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. എന്റെ ഈശ്വര, ഇത് ഗൾഫൊന്നും അല്ല, ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ലേ. അല്ല, ആ കള്ളം ഗഫൂർ നമ്മളെ ചതിച്ചു. ഗഫൂർക്ക് ചതിക്കൊന്നുമില്ല. ഗഫൂർ ഇതിന്റെ അളിയനാ. അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും.